ഓം ശാന്തി. ബാബയുടെ ഇന്നത്തെ ലേറ്റസ്റ്റ് വാണിയാണ്. ബാബ കുറച്ച് സമയമല്ലേ മുരളി പറഞ്ഞുള്ളൂ, പക്ഷെ എന്നാലും ബാബ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടാണ് പോയത്. കുറച്ച് സമയം പറഞ്ഞുള്ളൂങ്കിലും കുറച്ച് സമയത്തുള്ള ബാബയുടെ മുരളി എന്തായിരുന്നു? കുട്ടികളെല്ലാവരെയും ബാബ സന്തോഷിപ്പിച്ചിട്ട് പോയി. അപ്പം അത് വായിക്കാം. സബി ഗുഷ്നുമാ ബച്ചും കോ ദേക്ക് ബാബ് ദാദാ ബഹുത്ത് ബഹുത്ത് ഗുഷ് ഹോ രഹാ ഹെ. അപ്പോൾ ബാബയ്ക്ക് തൻ്റെ എല്ലാ കുട്ടികളുടെയും പ്രസന്നമായ മുഖത്തെ കണ്ട് ബാബ വളരെ വളരെ സന്തോഷിക്കുകയായിരുന്നു. ബാബയുടെ മുന്നിലിരിക്കുമ്പോൾ എല്ലാ കുട്ടികളും എങ്ങനെ ഇരിക്കുക? പ്രസന്നമായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കും. വാവ് മേരി ഗുഷ് നസീബ് ഗുഷ്നുമാ ബച്ചി വാ. അപ്പോൾ ബാബ ആദ്യം വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു? എല്ലാ കുട്ടികളെയും നോക്കിയിട്ട് ബാബ പറഞ്ഞു, ആഹാ, എൻ്റെ കുട്ടികൾ വളരെ പ്രസന്നവദനരാണ്. ബാബയുടെ ഓരോ കുട്ടികളും ഭാഗ്യശാലികളായിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ബാബ ആദ്യം തന്നെ കുട്ടികളുടെ മഹിമ പാടി. സബീക്ക് ദിൽമേ ബാബ്ദാദ സമായ ഹുവാഹി. ബാബ നോക്കുമ്പോൾ ഓരോ കുട്ടികളുടെയും ഹൃദയത്തിൽ ആരുണ്ടായിരുന്നു? ബാബയുണ്ട്. ബാബ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്നതായിട്ടാണ് ബാബയ്ക്ക് കാണാൻ സാധിച്ചത്. ഹർ ബച്ചിക്ക് ചെഹ്റേസി സ്നേഹിക്ക് ഖുഷ്ബു ആ രഹി. ബാബ നോക്കുന്ന സമയത്ത് ബാബയുടെ ഓരോ കുട്ടികളുടെയും മുഖത്തിൽ നിന്നും ബാബ പറയുന്ന സ്നേഹത്തിൻ്റെ സുഗന്ധം ഇങ്ങനെ പരക്കുമായിരുന്നു അല്ലേ? ബാബയോടുള്ള ആ സ്നേഹം ഓരോ കുട്ടികളുടെ മുഖത്തും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ സ്നേഹം എന്തുപോലെയാണ് ബാബയ്ക്ക് തോന്നിയത്? ഒരു സുഗന്ധം പോലെയാണ്, ഒരു വാസന പോലെ ഇങ്ങനെ പരന്നിരിക്കുകയായിരുന്നു. സദാ ഹർ ബച്ച ഗുഷ് ആബാദ് രഹിനെ വാലി ആത്മായി. ബാബ എന്താ പറയണത്? ബാബയുടെ ഓരോ കുട്ടികളും എങ്ങനെയുള്ളവരാണ്? ബാബ പറയണം സദാ സന്തോഷത്തിലിരിക്കുന്ന കുട്ടികളാണ്. ബാബ എന്ന് പറഞ്ഞത് എന്താണ്? സദാ ഐസേഹി മുസ്കുരാത്തെ ഗുഷിമേ നാച്ചത്തെ ബഡ്ത്തെ ചൽ. അതായത് സദാ പുഞ്ചിരിച്ചുകൊണ്ട്. ബാബ പറഞ്ഞു സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും അല്ലേ? സ്വയം നമ്മളും മുന്നോട്ട് പോകണം, മറ്റുള്ളവരെയും മുന്നോട്ട് കൊണ്ടുപോകണം. ബാബ ഓരോ കുട്ടികളോടും പുഞ്ചിരിക്കുന്ന മുഖമായിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യുക? കുട്ടികൾ നൃത്തം ചെയ്യുന്നവരായിട്ട് മാറണം. ഹർ ബച്ചിക്ക് മസ്തകമേ ബാബ് ദാദ ചമക്തി ഹുയെ സിത്താരോക്കോ ദേഖ് രഹേ ഹെ. ബാബ കാണുന്ന സമയത്ത് എന്തായിരുന്നു? ഓരോ കുട്ടികളുടെയും മസ്തകത്തിലെ തിളങ്ങുന്ന നക്ഷത്രത്തെ ബാബയ്ക്ക് കാണാൻ സാധിച്ചു അല്ലേ? ബാബന്ന് ഓരോ കുട്ടികളുടെയും മസ്തകത്തിലെ വീക്ഷിക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് കുട്ടികളുടെ മസ്തകം എന്ത് ചെയ്യായിരുന്നു? തിളങ്ങുന്നുണ്ടായിരുന്നു. സന്തോഷിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രത്തെ കണ്ടു. അച്ഛാ ആജ് സർവ ബച്ചും കി യാദ് കി ആകർഷൺ ബാബ് ദാദാ കോ പഹുഞ്ച് രഹി ഹെ. ബാബ അതോടുകൂടെ ബാബയുടെ മുരളി നിർത്തി. എന്നിട്ട് ബാബ ജസ്റ്റ് സംസാരിക്കുകയാണ്. ഇന്ന് എല്ലാ കുട്ടികളുടെയും ഓർമ്മയുടെ ആകർഷണത്തിൽ പെട്ടിട്ടാണ് ഇന്ന് ബാബ എത്തിച്ചേർന്നത് അല്ലേ? ഇപ്പോൾ ബാബ മുരളി പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജ്ഞാനം പറയാനോ അല്ല വന്നത്. എല്ലാ കുട്ടികളുടെ ഉള്ളിലും എന്തുണ്ടായിരുന്നു? ബാബ എന്നുള്ള സ്മൃതി ഉണ്ടായിരുന്നു. ആ സ്മൃതിയുടെ ആകർഷണത്തിൽ ബാബ വന്നതാണ്. സദാ ഗോഷ്കി ഔർ സദാ ഗോഷ് രഹേങ്കി. ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ സദാ നിങ്ങൾ സന്തോഷാണ്, സദാ സന്തോഷത്തിലാണോ ഇരിക്കുന്നത് അല്ലേ? മനസ്സിൽ എല്ലായ്പ്പോഴും എന്ത് വെക്കണം അല്ലേ? സദാ സന്തോഷം വെക്കണം. कोई भी बात आई बात बाप को दे दो और आप मुस्कुराते रहो. ബാബയുടെ മുരളിയുടെ ഹെഡിങ് അത് തന്നെയാണ്. എന്താണ് ഹെഡിങ്? എന്തോ കാര്യം വന്നോട്ടെ അല്ലെ, ജീവിതത്തിൽ ഏത് പരിതസ്ഥിതികൾ വന്നാലും ആ പരിതസ്ഥിതികളെ നിങ്ങൾ എന്ത് ചെയ്യണം? ബാബയ്ക്ക് കൊടുക്കണം. ബാബയ്ക്ക് കൊടുത്തുകൊണ്ട് താങ്കൾ എങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ? ചിരിച്ചുകൊണ്ടിരിക്കണം അല്ലെ? പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇരിക്കണം. ഏത് തരത്തിലുള്ള പരിതസ്ഥിതികൾ വന്നാലും എങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും കുട്ടികൾ എങ്ങനെ ഇരിക്കാനാണ് ബാബ പറയണത്? സംഭവങ്ങളും കാര്യങ്ങളും ബാബയ്ക്ക് കൊടുക്കുക, കുട്ടികൾ പുഞ്ചിരിക്കുന്ന മുഖത്തിലിരിക്കും. अच्छा आज शरीर के कारण सभी बच्चों के आह्वान से बाप दादा सबसे मिलन मना रहे हैं. ബാബ പറയാണ് ഇന്ന് എന്തായാലും ബാബയുടെ രഥം എന്തായിരുന്നു അല്ലെ? കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. അപ്പം ആ ശരീരത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം കുട്ടികളെല്ലാവരും ബാബയെ ആഹ്വാനം ചെയ്തു. അതുകൊണ്ട് മാത്രം ബാബ കുട്ടികളുമായിട്ടുള്ള മിലനത്തിനായിട്ട് വന്നതാണ്.
അല്ലേ? ഇപ്പം ബാബയ്ക്ക് വരിക എന്നുള്ളൊരു പാർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? കുറേ സമയമൊന്നും ബാബ കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ചില്ല. കുട്ടികളെല്ലാവരും കൂടെ ബാബയെ ആഹ്വാനം ചെയ്തു. ബാബ ജസ്റ്റ് എന്ത് ചെയ്തു? കുട്ടികളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അച്ഛാ, ആജ് ശരീർ കി കാരൺ ചോട്ടി സി മുലാഖാത്ത് ഹോ രഹി ഹെ. അപ്പം ബാബ വീണ്ടും അതേ കാര്യം പറയാണ്. അതായത് ഇന്ന് ശരീരത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അത് കാരണം ഞാൻ കുട്ടികളോട് ചെറിയ രീതിയിൽ എന്ത് ചെയ്യണം? സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അല്ലേ? നമ്മൾ ചിലപ്പോൾ പറയില്ലേ, കുറേ സമയമൊന്നും നിങ്ങളുടെ കൂടെ ചിലവഴിക്കാനില്ല, പക്ഷെ എന്നാലും നിങ്ങൾ വിളിച്ചു, അതുകൊണ്ട് എന്താണ്, ഞാൻ വന്നതാണ് അല്ലേ? അപ്പം അതേപോലെ ബാബ എന്താ പറയണത്? നിങ്ങൾ എന്നെ കുറേ നേരമായിട്ട് വിളിക്കുകയല്ലേ അല്ലേ? ആഹ്വാനം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നല്ലേ? അപ്പം നിങ്ങളുടെ ഓർമ്മയുടെ ആകർഷണത്തിൽ ഞാൻ വന്നു എന്നേ ഉള്ളൂ. ഒരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നില്ല? കുറേ നേരം കുട്ടികളുമായിട്ട് സംസാരിക്കണില്ല. ചാരോ മോർക്കി ബച്ചി ബി സുൻ രഹേ ഹെ ഔർ നയനോം സി മിലൻ ബി മനാ രഹേ ഹെ. അപ്പോൾ ബാബയുടെ സന്മുഖത്തിരിക്കുന്ന കുട്ടികളെ മാത്രമല്ല ബാബ കാണുന്നത് അല്ലേ? 4 വശത്തും എവിടെയൊക്കെ ദേശവിദേശങ്ങളിലായി ബാബയുടെ കുട്ടികളുണ്ടോ അവർ മുഴുവൻ ബാബയിൽ നിന്ന് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ മുഴുവൻ ബാബയുമായിട്ട് കണ്ണുകളിലൂടെ മിലനം ആഘോഷിക്കുകയായിരുന്നു അല്ലേ? എന്നർത്ഥം ബാബയ്ക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ബാബ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? കുട്ടികൾക്ക് ബാബ ദൃഷ്ടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളും എന്ത് ചെയ്യായിരുന്നു? ബാബയ്ക്കൊന്നും പറയാനില്ല എന്ന് കണ്ടപ്പോൾ നമ്മളും എന്ത് ചെയ്യായിരുന്നു? ബാബയിൽ നിന്നുള്ള ദൃഷ്ടി എടുക്കുകയായിരുന്നു. ബാബ പറയണം, തോ ദേക്കോ കിത്തനെ ഗുഷ് ഹോത്തേ ഹി ബാബ് ദാദാ ബച്ചും കോ മിലൻ കോ ദേക്ക്. പക്ഷെ ആ ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ കുട്ടികളുടെ ഉള്ളിൽ എന്താ ഉണ്ടായത്? സന്തോഷം ഉണ്ടായി അല്ലേ? ബാബ വന്നു, ബാബ ഒന്നും പറഞ്ഞില്ല, ബാബ ദൃഷ്ടി മാത്രമേ തന്നുള്ളൂ. എന്നാലും കുട്ടികളുടെ ഉള്ളിൽ എന്താ കണ്ടത്? ഒരുപാട് സന്തോഷമായിരുന്നു. ബാബ പറഞ്ഞു, വ ഹർ ഏക്ക് ബച്ച ജാൻ സക്തേ ഹെ. ബാബ പറഞ്ഞ നിങ്ങളുടെ ഓരോ കുട്ടികളുടെയും സന്തോഷത്തെ ബാബയ്ക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്, ബാബയ്ക്കത് കാണാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആജ് കാ ഗ്രൂപ്പ് വിശേഷ് ജോ ആയി ഹാത്ത് ഉടാവ്. അപ്പം അന്ന് ആ സമയത്ത് ബാബയുടെ മുന്നിലിരുന്നവരെ കർണാടക ഗ്രൂപ്പായിരുന്നു. സേവയുടെ ടേൺ എന്ന് പറയുന്നത് കർണാടക ഗ്രൂപ്പിനുള്ളതായിരുന്നു. അവർ വെറും 15,000-ഓളം പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബാബ എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറഞ്ഞു. സാധാരണ ബാബ ആദ്യമായിട്ട് വന്നവരോടൊക്കെ സംസാരിക്കും അല്ലേ? അതുപോലെ ബാബ ഗ്രൂപ്പായിട്ട് ഏതെങ്കിലും വിങ്ങുകളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കും. അപ്പോൾ ബാബ ഇന്ന് അതൊന്നും ചെയ്തില്ല. വെറും കർണാടകക്കാരെ ബാബ എഴുന്നേപ്പിച്ച് നിർക്കുക മാത്രമേ ചെയ്തുള്ളൂ. ആജ് കാ ഗ്രൂപ്പ് വിശേഷ് ജോ ആയി ഹാത്ത് ഉടാവ്. അപ്പം ഇന്ന് ആര് വന്നു? പ്രത്യേകിച്ചും ബാബയുമായിട്ടുള്ള മീറ്റിനെ അവരൊന്ന് കൈബൊന്തിക്കുന്നു. സബീക്കു മുബാറക് മുബാറക് മുബാറക്. എല്ലാവർക്കും ബാബ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ബാബ്ദാദ ചാരോ മോർക്കി ബച്ചിക്കു ജോ ഛാത്രക്കു സുൻ രഹേ ഹി ദേഖ് രഹേ ഹി. അപ്പം ബാബ പറയാണ്, ബാബയുടെ നാനാഭാഗത്തുള്ള കുട്ടികൾ എങ്ങനെയായിരുന്നു? ഇത്രയും വേഴാമ്പല് പോലെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. വേഴാമ്പല് പോലെ ബാബ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ബാബ പറയണേ, ഞാനത് കാണുന്നുണ്ട് അല്ലേ? ബാബയുടെ ഓരോ കുട്ടികളും ബാബയുടെ മുന്നിൽ എങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നത്? ആ സമയത്ത് വേഴാമ്പല് പോലെ ഇരിക്കുകയായിരുന്നു. ബാബയിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനായിട്ടും ബാബയുടെ ദൃഷ്ടി കിട്ടാനും ദാഹിച്ചിരിക്കുന്ന കുട്ടികളായിരുന്നു എന്ന്. ബഹുത്ത് ബഹുത്ത് യാദ് പ്യാർ ദേ രഹേ ഹി. അങ്ങനെയുള്ള കുട്ടികൾക്ക് ബാബ വീണ്ടും വീണ്ടും വളരെ വളരെ സ്നേഹവും ബാബ ഓർമ്മയും നൽകുകയാണ്. ആപ് സബീ കോ സന്മുഖ് യാദ് പ്യാർ മേൽ രഖാഹി. ബാബ പറയുന്ന ബാബയുടെ സന്മുഖത്തിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, എവിടെയെല്ലാം ദേശവിദേശങ്ങളിലായി ബാബയുടെ കുട്ടികളുണ്ടോ എല്ലാവർക്കും ബാബ സ്നേഹവും കൊടുത്തു, ബാബ ഓർമ്മയും നൽകി. ലേക്കിൻ ചാരോ മോർ കി ബച്ചി ബഹുത്ത് സ്നേഹപൂർവക് ആശ ലഘാക്കർ ബൈഠത്തെ. ബാബ പറയുന്ന പക്ഷി ബാബയുടെ കുട്ടികൾ എങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു? ആശയോടെ ബാബയുടെ അടുക്കിലേക്ക് വന്നത് അല്ലേ? എത്രയോ ദിവസങ്ങളിലെ തയ്യാറെടുപ്പോടുകൂടിയാണ് എന്ത് ചെയ്യുക? എല്ലാവരും മധുബനിലേക്ക് പോവുക അല്ലേ? ബാബയെ കാണാനാണെന്ന് പറഞ്ഞ് അത്രയും തയ്യാറെടുപ്പോടുകൂടെ പോകും. അപ്പോൾ ബാബ പറയുന്ന എത്ര ആശകളോടുകൂടിയാണ് ബാബയുടെ മുന്നിലേക്ക് വന്നത്. ഉൻ ആശ രഖ്നെ വാലെ ബച്ചും കോ ജൈസി ബച്ചി ദേഖ് രഹേ ഹി വൈസി ബാബ് ദാദാ ബി ദേഖ് രഹേ ഹി. അങ്ങനെ ബാബയുടെ മുന്നിൽ ആരെയും ആശയോടെ വന്നുകൊണ്ടിരുന്ന കുട്ടികളുണ്ടോ അവരെ ബാബയെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്.
ബാബ പറഞ്ഞ ഞാനേ നിങ്ങളെയും കാണുന്നുണ്ട്. അല്ലെ, ഇങ്ങനെ ആശയോടിരിക്കുന്ന കുട്ടികൾ ആരാണോ അവരെ ബാബയെ കാണുന്നത് പോലെ തന്നെ ബാബ അവരെയും എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. സബീ സേ ബാബ് ദാദാ നയനോം കോ മിലൻ മനാ രഹേ ഹി. ബാബ എന്താ അത്രേ ചെയ്തത്? എല്ലാ കുട്ടികളെയും ബാബ കണ്ണുകളിലൂടെ എന്ത് ചെയ്തു? വേണ്ടതൊക്കെ ബാബ കുട്ടികൾക്ക് കൊടുത്തു. അല്ലെ, ദൃഷ്ടിയിലൂടെ ബാബ കുട്ടികളായിട്ടുള്ള മിലനം ബാബ ആഘോഷിച്ചു. നിമിത്ത് ബനേ ഹുയെ ചാഹേ പാണ്ഡോഹി ചാഹേ ശക്തിയാഹി സബീ സഹ്യൂഹി സ്നേഹീബൻ അപ്പന അപ്പന കാര്യ കർ രഹേ ഹി ഔർ കർത്തേ രഹേങ്കെ. ബാബയ്ക്ക് ആരെല്ലാം നിമിത്തമായ കുട്ടികളുണ്ടോ, അത് പാണ്ഡവരാകാം, ശിവശക്തികളാകാം, സഹയോഗികളാകാം, സ്നേഹികളാകാം, എല്ലാവരും തൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബാബ പറയണ അവസാനം വരയ്ക്കും നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ബാബയ്ക്ക് അറിയാമെന്ന്, അല്ലേ? അപ്പം ചുറ്റും എന്ത് നടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അത് ആര് കാണുന്നുണ്ട്, ആര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്? ബാബ അത് അറിയുന്നുണ്ട്. ബാബതാണ് ഇത്രയും മുരളി പറഞ്ഞത്, അല്ലേ? അപ്പം ബാബ നമുക്ക് ഡ്രാമയിൽ എന്താ ചെയ്തത്? അചാനക് എന്നുള്ള പാഠം ബാബ നമ്മളെ പഠിപ്പിച്ചു പോയതാണ്, അല്ലേ? ബാബ കഴിഞ്ഞ സീസൺ മുരളികളിലെല്ലാം ബാബ ഒരുപാട് പറയുന്ന ശബ്ദം ഇതായിരുന്നു, എന്തായിരുന്നു? അചാനക്, അല്ലേ? അപ്പം ആ പാഠം ബാബ നമ്മളെ പക്കയാക്കിയതാണ്. കാരണം നമ്മളും വിചാരിച്ചിരുന്നു, അല്ലേ, ഗുൽസാർ ദാദി തലേ ദിവസം പോലും മുരളി എടുത്തിട്ടുണ്ടായിരുന്നു, അല്ല മുരളിയല്ല ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ദാദിക്ക് ശാരീരികമായിട്ട് കുറച്ച്, അല്ലേ, ദേഹത്തിന് കുറച്ച് അസ്വസ്ഥതകളുണ്ടായി. പക്ഷേ ആ ഒരു അസ്വസ്ഥത പോലും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനാണ്, അല്ലേ? നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ബാബ എന്നെ പറയില്ലേ, ബാബ പോലും ഈ സമയത്ത് എല്ലാം വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ യജ്ഞം അല്ലെങ്കിൽ ബാബയുടെ വരവ് ഇതെല്ലാം ബാബ പോലും വൈൻഡപ്പായി ബാബ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നോക്കൂ, ബാബയി പോകാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ സൃഷ്ടിയും ഇന്ന് ഏതവസ്ഥയിൽ തന്നെയാണ് ഇരിക്കും? സൃഷ്ടിയും വൈൻഡപ്പിൻ്റെ സമയമാണ്, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഡ്രാമയിൽ നമുക്ക് ചില സൂചനകൾ നൽകുമ്പോൾ നമ്മളും എന്ത് ചെയ്തിരിക്കണം? അത് തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്കും പുരുഷാർത്ഥത്തിന് ഇത്രേ സമയമുള്ളൂ എന്ന്, അല്ലേ? പഴയ പോലെ നമുക്ക് എല്ലാം നിസ്സാരമായിട്ട് ചെയ്യുക, പുരുഷാർത്ഥത്തിൽ നമ്മൾ അലസത കാണിക്കുക. ഇപ്പം എല്ലാറ്റിലും നമ്മൾ അലസരായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ അവസാന സമയത്തുള്ള റിസൾട്ടിനെ ഒരുപാട് ബാധിക്കുന്നതാണ്. അപ്പം ഇതിന്ന് പാഠം പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം. ബാബയുടെ ഇന്നത്തെ മുരളിയാണ്, ആജ് നസർ സെ നിഹാൽ കർനെ വാലെ ബാബ് ദാദാ അബി അതി സ്നേഹി സഹയോഗി സ്നേഹമേ ലൗലീൻ ബച്ചോം കോ ദേഖ് രഹേ ഹെ. ഇന്ന് ബാബ് ദാദാ തൻ്റെ ദൃഷ്ടിയിലൂടെ കുട്ടികൾക്ക് സായുജ്യം കൊടുക്കുകയാണ്. ആ സായുജ്യം കൊടുക്കുന്ന കുട്ടികളെയാണ് ബാബ കാണുന്നത്. ബാബ ഓരോ കുട്ടികളെയും വളരെ സ്നേഹികളായി, സഹയോഗികളായി, സ്നേഹത്തിൽ ബാബയുടെ ലീനമായിരിക്കുന്ന കുട്ടികളെ കണ്ട് ബാബ സന്തോഷിക്കുകയാണ്, അല്ലേ? ബാബ എന്ത് ചെയ്യുന്നു? ഓരോ കുട്ടികളെയും ബാബ കാണുന്നത് വളരെ സ്നേഹികളായ കുട്ടികളായിട്ടും ബാബയുടെ സഹയോഗികളായിരിക്കുന്ന കുട്ടികളെയും കണ്ട് ബാബ വളരെ കൂടുതൽ സന്തോഷിക്കുകയാണ്. ഹറേക്ക് ബച്ചിക്ക് മസ്തകമേ ദിൽ മേ സ്നേഹ കാ സബൂത്ത് ദിഖായി ദേ രഹാ ഹെ. ബാബ പറയുന്ന ഓരോ കുട്ടികളെയും ബാബ കാണുമ്പോൾ എല്ലാവരുടെയും മസ്തകത്തിൽ, ബാബ പറയുന്ന ഹൃദയത്തിലെ ബാബയോടുള്ള സ്നേഹത്തിൻ്റെ തെളിവ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പം നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ബാബയോട് സ്നേഹമുണ്ടോ ആ സ്നേഹം ആർക്കറിയാൻ കഴിയുന്നുണ്ട്? ബാബയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ആപ്പ് സോച്ചेंगे हम पीछे वाले तो दिखाई नहीं देते, लेकिन बाप दादा के नौनों में ऐसी अनोखी टीवी है जिससे दूर की चीज भी सामने दिखाई दे रही है. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡയമണ്ട് ഹാളിൽ ഇരിക്കുമ്പോൾ വളരെ പിന്നാലിരിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലേ? ഇപ്പം നമ്മൾ ചിന്തിക്കും, നോക്കൂ ബാബ സ്റ്റേജിലല്ലേ ഇരിക്കുന്നത്, പക്ഷെ ഞങ്ങളൊക്കെ എത്ര പുറകിലാണ്. പക്ഷേ ബാബ പറയണത് നിങ്ങൾ എത്ര പുറകെ ഇരിക്കുന്ന കുട്ടികളായിക്കോട്ടെ, പക്ഷേ ബാബയുടെ കണ്ണുകൾക്കുള്ളിൽ ഒരു വിശേഷപ്പെട്ട ടി വി ഉണ്ടെന്ന്. ആ ടി വിയുടെ പ്രത്യേകത ഇതാണ്, ദൂരെ ഇരിക്കുന്ന സാധനത്തിനെ വളരെ അടുത്തായിട്ട് കാണപ്പെടുന്നു. ഇതാണ് ബാബയുടെ കണ്ണുകളിലെ ടി വിയുടെ പ്രത്യേകത, അല്ലേ? നമ്മളിരിക്കുന്നത് വളരെ പിന്നാലെയാണെങ്കിലും ആ വളരെ പിന്നാലെ ഇരിക്കുന്ന ആളെ ബാബയ്ക്ക് എങ്ങനെ കാണാൻ പറ്റുന്ന പറയുന്നത്?
ബാബയുടെ കണ്ണുകളിൽ ഒരു വിശേഷപ്പെട്ട TV ഉണ്ട്. ആ TV-യിലൂടെ അടുത്ത് കാണാനായിട്ട് സാധിക്കും. ജിസേ ചാഹി കഹാംബി കോനെ മേ ബൈഠേ ഹോ ലേക്കിൻ ബാക്കി സാമനെ ഹോ. ബാബ പറയണ നിങ്ങൾ ആ ഹാളിലെ ഏത് കോണിൽ നിങ്ങൾ ഇരുന്നോട്ടെ, പക്ഷെ ഏത് മുക്കിലാണ് നിങ്ങൾ കുട്ടികൾ ഇരിക്കുകയാണെങ്കിലും സത്യത്തിൽ ആ കുട്ടി ആരുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നത്? ബാബയുടെ സന്മുഖത്താണ്, അല്ലെ? ബാബയുടെ തൊട്ടടുത്താണ്. അഭി തു ഫിർ ഭി ആരാം സേ ബൈഠേ ഹോ ആജ് ഉമംഗ് ഉത്സാഹ് ഖുഷി ഹേ നാ തോ താലിയോം സേ ദിഖാ രഹേ ഹേ. ബാബ പറയണം ഇത് കേട്ടതോടെ ആ ഹാളിലുള്ള എല്ലാവരും കൈയടിച്ചെന്ന്. അപ്പൊ ബാബ പറയണ ഇത്രയും സന്തോഷമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ കൈയടിക്കുന്നത്, അല്ലെ? വളരെ ഉത്സാഹോന്മേഷം ഉള്ളത് കൊണ്ടാണല്ലോ കൈയടിക്കുന്നത്. ലേക്കിൻ ബാബ് ദാദാ ആക്കി ദിൽ കി ഖുഷി കോ ജാൻതേ ഹേ. ബാബ പറയണ നിങ്ങൾ കൈയടിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സന്തോഷം ബാബയ്ക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെ? ബാബ എന്ത് മനസ്സിലാക്കി? നമ്മളെ കുട്ടികളെ കൈയടിച്ചാലും ഇല്ലെങ്കിലും ബാബയ്ക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ബാബയുടെ കുട്ടികളുടെ ഉള്ളിൽ എത്രത്തോളം സന്തോഷമുണ്ട്, ബാബയോട് എത്രമാത്രം സ്നേഹമുണ്ട്, അത് ബാബയ്ക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ബാബ് ദാദാ ദേഖ് രഹേ ഹേ ഹരേക്ക് ബच्ची को सहयोग का सबूत देने में बहुत खुशी होती है इसलिए हजारों बुझाई दिखाए है. ബാബ പറയുന്ന കുട്ടികളെ, ബാബയുടെ ഓരോ കുട്ടികളെന്ന് പറയുന്നതും ബാബയ്ക്ക് സഹയോഗത്തിൻ്റെ തെളിവ് കൊടുക്കുന്നവരാണ്. ബാബ പറയുന്ന ശരിക്കും ബാബയ്ക്ക് ഇത്രയും സന്തോഷമാണുള്ളത്, ബാബയുടെ ആയിരക്കണക്കിനുള്ള കൈകളാണ് ഹാളിലിരിക്കുന്നത്, അല്ലെ? ബാബ ഇങ്ങനെയായിട്ടാണ് കുട്ടികളെ കാണുന്നത്. ഓരോ കുട്ടികളും എന്താകുന്നു? ബാബയ്ക്ക് അനവധി സഹയോഗങ്ങൾ ചെയ്യുന്നവരാണ്. ഈ സഹയോഗം ചെയ്യുന്ന കുട്ടികളെ എന്നും ബാബ കാണുന്നത് ബാബയുടെ കൈകളായിട്ടാണ്. തോ ബുജായേം സഹയോഗിക്ക് നിശാനീഹി. ബാബ പറയുന്ന കൈകൾ എന്ന് പറയുന്നത് എന്താ? ബാബയുടെ കാര്യത്തിനെ സഹയോഗം ചെയ്യുന്ന കുട്ടികളാണ്, അല്ലെ? ബാബയുടെ കാര്യത്തിന് ഇത്രയും അവരെ സഹായിക്കുന്ന കുട്ടികളാണ്. ബാബ പറഞ്ഞു തോ അഭി ജ്യാദാ താലി നഹി ബച്ചാവോ आपकी ഖുഷി की मन की താലിയാം ബാബ് ദാദാ കെ പാസ് പഹുഞ്ച് ഗയി ഹി. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഓരോ കാര്യത്തിനും കുട്ടികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൈയടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ബാബ എന്താ പറഞ്ഞത്? നിങ്ങൾ കൂടുതൽ കൈയടിക്കണ്ട, നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷവും മനസ്സുകൊണ്ട് ബാബയോട് എത്ര സ്നേഹവും ഉണ്ടോ അത് ബാബയുടെ അടുക്കൽ എത്തിച്ചേരുന്നുണ്ട്, അല്ലെ? കൈയടിച്ച് കാണിക്കണമെന്നില്ല, പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ സന്തോഷവും സ്നേഹവും ആരുടെ അടുക്കൽ എത്തുന്നുണ്ട്? ബാബ്ദാദയുടെ അടുക്കൽ എത്തുന്നുണ്ട്. ബാബ പറയണം तो इस शांतिवन को जो सभी उमंग उत्साह से बनाया उसका बाप दादा की साथ आप बच्चे भी उद्घाटन कर रहे हैं. അപ്പോൾ ബാബയുടെ ഇന്നത്തെ വാണി എന്ന് പറയുന്നത് ശാന്തിവനത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ബാബ വന്ന സമയമുള്ളതാണ്. അപ്പോൾ ബാബ പറയാണ് ഈ സമയത്ത് ബാബ മാത്രമല്ല ഉദ്ഘാടനം ചെയ്യുന്നത്, ബാബയോടൊപ്പം ആര് കൂടിയുണ്ട്? നിങ്ങൾ ഓരോ കുട്ടികൾ കൂടിയുണ്ട്. ഓരോ കുട്ടികളും ബാബയും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉദ്ഘാടനം ചെയ്യുന്നത്. ബാബ പറയണം तो सभी समझना अनुभव करना ए साथ का अनुभव बहुत प्यारा है. बाबा
ബാബയുടെ ഇന്നത്തെ മുരളിയുടെ ഹെഡിങ് തന്നെ എന്തായിരുന്നു? ബാബ, ഈ വർഷത്തിൽ നമ്മൾ ആരായി മാറണം? അനുഭവി മൂർത്തായിട്ട് മാറണം എന്നാ പറഞ്ഞു. ആ മുരളിയിൽ ബാബ എന്ന് പറയുന്നത് ഏ വർഷ അനുഭവി മൂർത്ത് ബൻ ഔരോം കോ ബി അനുഭവ് കരാനെ കാ വർഷം. എന്ത് കൊടുക്കുക? അനുഭവി മൂർത്തികളാക്കി മാറ്റുക. സമക്ഷ ക്യാ കർനാ ഹി? ബാബ ചോദിക്കണം, മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്ന്? അനുഭവ് കർണ. എന്താ വേണ്ടത്? നമുക്ക് എല്ലാവർക്കും അനുഭവം ചെയ്യലാണ്. വെറുതെ നമ്മൾ ജ്ഞാനം കേൾക്കലോ അതിനെ പഠിപ്പിക്കലോ അല്ല, അതിനേക്കാൾ ഉപരി എന്താവശ്യമാണെന്നാ ബാബ മനസ്സിലാക്കി തന്നത്? അനുഭവം ചെയ്യലാണ്. വാണി ദ്വാര വർണ്ണൻ തോ കർത്തേ ഹി ഹോ, ലേക്കിൻ हर बच्ची को हर शक्ति का हर गुण का അനുഭവം करना ही. ബാബ പറയണം, ശബ്ദത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? ബാബയുടെ മഹിമകളും ബാബയുടെ ഗുണങ്ങളും ബാബയുടെ ശക്തികളും നമ്മൾ വർണ്ണിക്കാറുണ്ട്. പക്ഷേ ബാബ പറഞ്ഞ വർണ്ണിക്കലല്ല വേണ്ടത്. ബാബ കുട്ടികൾക്ക് എന്ത് ശക്തികൾ നൽകുന്നു, ബാബ എന്ത് കുട്ടികൾക്ക് ഗുണങ്ങൾ നൽകുന്നുണ്ടോ അതിനെ നമ്മൾ ആദ്യം എന്ത് വേണം? അനുഭവം ചെയ്യണം അല്ലേ? സ്വന്തം ജീവിതത്തിൽ നമ്മളതിനെ അനുഭവം ചെയ്യുന്നവരായി മാറണം. അനുഭവി മൂർത്ത് ഹേന. ബാബ ചോദിക്കുന്ന കുട്ടികളെ, നിങ്ങൾ ആരായി മാറുക? അനുഭവി മൂർത്തികളായി മാറിയവരല്ലേ? അനുഭവി മൂർത്തുഹോ യാ വാണി മൂർത്തുഹോ? ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? വെറും ശബ്ദം കൊണ്ട് ബാബയുടെ ഗുണങ്ങളെയും ബാബയുടെ ശക്തികളെയും വർണ്ണിക്കുന്നവരാണോ, അതോ ബാബ നൽകുന്ന ഗുണങ്ങളും ശക്തികളും സ്വന്തം ജീവിതത്തിൽ അനുഭവം ചെയ്യുന്നവരാണ്? ആരാണ് നമ്മളെന്ന്? ആരായിരിക്കും? അനുഭവി മൂർത്തികളാണ് ആയി മാറിയോ നമ്മളെല്ലാവരും അല്ലേ? ഗുണങ്ങളും ശക്തികളും അനുഭവം ചെയ്യുന്നവരാണോ? അതാണ് ബാബയുടെ ചോദ്യം. അനുഭവി ഹോബി ലേക്കിൻ ഈസ് വർഷമേ കോയി ബി ഐസാ ബച്ചാ നഹി കഹി മുझे इन बातों का तो अनुभव ही लेकिन इस बात का अनुभव बहुत कम ही. ബാബ പറയണം, ഇപ്പം ചില കുട്ടികൾക്ക് ഇങ്ങനെ പറയാറുണ്ടെന്ന്, ചില കാര്യങ്ങളിൽ വളരെ നല്ല അനുഭവം ഉണ്ടെന്ന് പറയും. പക്ഷേ ചില കാര്യങ്ങളിൽ എന്താ പറയാറുള്ളത്? അനുഭവം ഞങ്ങൾക്ക് കുറവാണെന്ന് പറയും. അപ്പം അതിനർത്ഥം എന്താണ്? രണ്ടും ഉണ്ട് അല്ലേ? ചില സന്ദർഭങ്ങളിൽ അനുഭവം കിട്ടുന്നുണ്ട്, പക്ഷേ ചില സന്ദർഭങ്ങളിൽ എന്ത് കിട്ടുന്നില്ല? അനുഭവത്തിൻ്റെ കുറവുമുണ്ട്. ഐസാ കോയി ബച്ച ന രഹി ക്യോंकि ज्ञान का अर्थ ही सिर्फ समझना नहीं लेकिन अनुभव करना ही. ബാബ പറഞ്ഞ ഒരു കുട്ടി പോലും ഇങ്ങനെ ആകി പോവാൻ പാടില്ല. എങ്ങനെ ആയി പോകരുത്? ചില സന്ദർഭങ്ങളിൽ അനുഭവം കിട്ടുന്നു, ചില സന്ദർഭങ്ങളിൽ എന്ത് കിട്ടുന്നില്ല? അനുഭവം ഉണ്ടാകണില്ല അല്ലെ? രണ്ടും ഇടയ്ക്കിടയ്ക്ക് വന്നു പോവാണ്. ബാബ പറയണ അങ്ങനെ ആകാനായിട്ട് പാടില്ല. കാരണം ഈ ജ്ഞാനം മനസ്സിലാക്കാനുള്ളത് മാത്രമല്ല, മനസ്സിലാക്കുന്നതിൻ്റെ ഒപ്പം ഇതെന്തുകൂടെ ചെയ്യാനുള്ളതാണ്? അനുഭവം കൂടെ ചെയ്യാനുള്ളതാണ്. जब तक अनुभव नहीं किया है तो औरों को भी अनुभवी नहीं बना सकते അല്ലേ? ബാബ വളരെ ഒരു കാര്യത്തെ ക്ലിയർ ആക്കി പറയണം. ഏത് വരയ്ക്ക് സ്വയം അനുഭവം ചെയ്യുന്നില്ലയോ അതുവരയ്ക്കും മറ്റുള്ളവരെയും അനുഭവിയാക്കി മാറ്റാൻ സാധിക്കില്ല. ഇതാണ് ബാബ വ്യക്തമാക്കുന്നത് അല്ലേ? ഏത് വരയ്ക്ക് സ്വയം അനുഭവസ്ഥരല്ലയോ അതുവരയ്ക്കും മറ്റുള്ളവരെയും എന്താക്കാൻ കഴിയില്ല? നമുക്ക് അനുഭവിയാക്കി മാറ്റാൻ സാധിക്കില്ല. അഗർ വാണി തക് ഹെ അനുഭവ് തക് നഹി തു जिन आत्माओं की सेवा की निमित्त बनते हो वह भी वाणी द्वारा बहुत अच्छा कमाल के एहाम तक आते हैं. ബാബ നോക്ക് പറയണത് കേട്ടില്ലേ? അതായത് നമ്മൾക്ക് അനുഭവമില്ല, നമുക്ക് വെറും വാക്കുകളേ ഉള്ളൂ. അപ്പം ഈ വാക്കുകൾ ആര് കേൾക്കുന്നു അവരും എന്തേ പറയുള്ളൂ? ഇത്രയും വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്, വളരെ കറക്റ്റാണ് പറയുന്നത്. അത്ഭുതം തന്നെയാണ് ഈ കാര്യങ്ങൾ അല്ലേ? അപ്പം ഈ വായു കൊണ്ട് നമ്മൾ വർണ്ണിക്കുമ്പോൾ കേൾക്കുന്നവരും നല്ലത് നല്ലത് എന്ന് പറയാന്നല്ലാതെ ഒരിക്കലും അവർക്കും എന്തുണ്ടായിരിക്കില്ല? അനുഭവം ഉണ്ടാകില്ല. അതുകൊണ്ട് ബാബ പറയില്ലേ, മനസ്സിൽ നിന്ന് പോകുന്നത് മറ്റുള്ളവരുടെ മനസ്സിൽ തട്ടും. വെറും വായിലൂടെ മാത്രം പോകുന്നത് അവരുടെ എവിടെ വരെ തട്ടുള്ളൂ? എവിടെ വരെ തട്ടുള്ളൂ? ചെവി വരയ്ക്കേ തട്ടുള്ളൂ അല്ലേ? അപ്പം അതെവിടേക്ക് ഉള്ളിൽ പോവില്ല നമുക്ക് അല്ലേ? ഒരിക്കലും അത് ആഴങ്ങളിലേക്ക് എത്തില്ല.
अनुभवी हो जाई वो कोंडो में कोई में भी कोई ही और प्रत्यक्षता का आधार अनुभव ही. ബാബ പറയുന്ന കുട്ടികളെ അനുഭവികളാകണം. പക്ഷേ ബാബ നോക്കുമ്പോൾ അത് വളരെ വിരളം പേരാണ്. ബാബ പറയുന്ന വളരെ ചിലരാണ്, ഇത്തിരി പോലും മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആത്മാക്കളും. അവരാണ് പ്രത്യക്ഷതയുടെ ആധാരം എന്ന് പറയുന്നത് അല്ലേ. അതായത് ലോകത്തിൻ്റെ മുന്നിലെ ദേവാത്മാക്കൾ പ്രത്യക്ഷപ്പെടണമെങ്കിലും ഫരിസ്തകൾ പ്രത്യക്ഷപ്പെടണമെങ്കിലും ബാബയ്ക്ക് സമാനമായ കുട്ടികൾ പ്രത്യക്ഷപ്പെടണമെങ്കിലും അതെന്താവശ്യം ഉണ്ടാകുന്നു? അനുഭവം ആവശ്യമാണ്. പക്ഷേ അനുഭവസ്ഥരായ കുട്ടികളെന്ന് പറയുന്നത് ബാബയ്ക്ക് ഇത്രയും അധികം കുട്ടികളുണ്ടെങ്കിലും അതിൽ കോടിയിൽ ചിലരാണ്. ഇനി ചിലരിലും ബാബ പറയണ വളരെ വിരളം പേര് മാത്രമാണ് അല്ലെ, വളരെ സെലക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് മാത്രമാണ്. അനുഭവി വാലി ആത്മായും കബീബി വായുമണ്ഡൽ വാ സംഘിക്ക് രംഗമേ നഹി ആസക്തി. നീ ബാബ ആരെ അനുഭവികളായ കുട്ടികളാണോ അവരുടെ വിശേഷതകളാണ് ബാബ പറയുന്നത്. അവരൊരിക്കലും വൈബ്രേഷനിൽ പെട്ടുപോകുന്നവരല്ല അല്ലെ. ലോകത്തിൽ പലതരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. അന്തരീക്ഷം എന്ന് പറയുമ്പോൾ കലിയുഗമാകുന്ന ലോകത്തിൽ പലതുണ്ടായിരിക്കും. പക്ഷെ ആ കലിയുഗമാകുന്ന ലോകത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ടോ ആ നിറങ്ങൾ അവർക്ക് പകരുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ ആ വൈബ്രേഷനിൽ പ്രഭാവിതരാകാത്ത കുട്ടികളായിരിക്കും. സിറഫ് വാണി വാലി തും പ്രഭാവ് വാലി കബി നാച്ചെങ്കി ഔർ കബി സോച്ച് മേ പഠിച്ചായെങ്കിൽ. പക്ഷെ വെറും ഈ ശബ്ദം മാത്രമുള്ള കുട്ടികളുണ്ടല്ലോ, അനുഭവം കുറവാണ്. വെറും എന്ത് മാത്രമേ ഉള്ളവർക്ക് ശബ്ദം കൊണ്ട് വർണ്ണിക്കുക മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കുട്ടികളും ഇടയ്ക്ക് നോക്കുമ്പോൾ നൃത്തം ചെയ്യുന്നവരായിരിക്കും. ഇടയ്ക്ക് ആരാണ് അവര്? നൃത്തം ചെയ്യുന്നവരാണ്. ഇടയ്ക്ക് നോക്കുമ്പോൾ അവർ ആകെ ചിന്തയിലായിരിക്കും അല്ലെ. ആകെ അവർക്ക് ആലോചനയാണ്, എന്ത് എങ്ങനെയെന്നുള്ള ആലോചനയിലായിരിക്കും. അനുഭവ് അർത്ഥാത് പക്ക ഫൗണ്ടേഷൻ. ബാബ പറയുന്ന കുട്ടികളെ അനുഭവം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവരുടെ ഫൗണ്ടേഷൻ ഉറച്ചതാണ് അല്ലെ. ഒരിക്കലും ഇളകില്ല, ഒരിക്കലും ചാഞ്ചാടുന്നവരായിരിക്കില്ല. അവരുടെ കാലുകൾ എന്തായിരിക്കും? ഉറച്ച കാലുകളായിരിക്കും. ആദാ അനുഭവഹിത്തു ആദാ ഫൗണ്ടേഷൻ പക്കാഹി. उसकी निशानी ही वह छोटी बड़ी बातों में हिलेगा, अजल नहीं होगा क्योंकि आने वाली बातें वह समय से प्रबल हो जाती है. പക്ഷേ ബാബ പറയുന്ന ചില അനുഭവസ്ഥർ എങ്ങനെയത്രേ? പകുതി അവർക്ക് അനുഭവം ഉണ്ടാകും. അതിനർത്ഥം എന്താണ്? പകുതിയെ അവരുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ഉള്ളൂ അല്ലേ. പൂർണ്ണമായും സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റില്ല. അവരുടെ സ്ട്രോങ് എത്രയുള്ളൂ എന്നാ ബാബ പറയണത്? പകുതിയാണ്, ഹാഫാണ്. ഇനി ബാബ പറയണം, ഇനി പകുതി ഉറച്ചവരാണ്, പകുതി ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ലക്ഷണം ഇതാണ്. ബാബ പറഞ്ഞു അവർ ഉറച്ചവരാകില്ല. ഏതൊക്കെ സമസ്യകൾ വരുന്നുവോ ആ സമസ്യകൾ അവരെക്കാളും പ്രബലരായിരിക്കും. ബാബ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ അല്ലെ? ആരെ ഇളകിക്കൊണ്ടിരിക്കുന്നവരാണോ, ആരുടെ കാലുകൾ ഉറച്ചിട്ടില്ലയോ, ആര് പകുതിയോളം ഉറച്ചവരാണോ അവരുടെ പരിതസ്ഥിതികൾ എങ്ങനെയായിരിക്കും? ഏതൊക്കെ പ്രശ്നങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ പ്രശ്നങ്ങൾ എപ്പോഴും അവരെക്കാളും എന്തായിരിക്കുന്ന ബാബ പറയണത്? വലുതായിരിക്കും. इसलिए अधूरे फाउंडेशन वाले लड़क ढाते हैं, गिरते नहीं लेकिन लड़क ढाते हैं. इसलिए इस वर्ष में अपने अनुभवी मूर्ति के फाउंडेशन को पक्का करें. അപ്പോൾ ബാബ പറയുന്നത് ഈ പകുതി ഉറച്ചവരും പകുതി ഉറയ്ക്കാത്തവരാകുമ്പം അവരെന്നും എങ്ങനെ എത്രയും ആടിക്കൊണ്ടേയിരിക്കും. എങ്ങനെയായിരിക്കും അവരെ? എങ്ങനെയിരിക്കുന്ന ബാബ പറയണത്? അവരുടെ നിൽപ്പ് ഉറച്ചതായിരിക്കില്ല. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഊഞ്ഞാലിൽ ആടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? ആടിക്കൊണ്ടേയിരിക്കുന്നു. വീഴുന്നില്ല. എന്താ കാര്യം? പകുതി ഉറച്ചതാണല്ലോ അല്ലേ. പകുതി ഉറപ്പിലും പകുതി എങ്ങനെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് വീഴുന്നുണ്ടാവില്ല. പക്ഷെ എന്താ സംഭവം? ഇവർക്ക് അവസാനം വരയ്ക്ക് ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആടിക്കളിച്ചുകൊണ്ടേയിരിക്കും. അതൊരു സുഖമുള്ള കാര്യം. അവസാനം വരയ്ക്ക് ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്നവര് അല്ലെ. രണ്ട് തോണിയിലെ കാലിട്ട അവസ്ഥയായിരിക്കും അല്ലെ. ഒരു തോണി എങ്ങാനും എടുത്താൽ വീണത് എവിടേക്കായിരിക്കും? ചിലപ്പോൾ വെള്ളത്തിലേക്കായിരിക്കും. ബാബ പറഞ്ഞു കൈ ബച്ചി ആജ് ബഹുത്ത് ഫാസ്റ്റ് ചലത്തെ ഹി, കൽ തോടാ സെ ചെഹ്റ ബദലാ ഹുവാ ഹോത്താ ഹി, കാരൺ അനുഭവ് കാ ഫൗണ്ടേഷൻ പക്കാ നഹി. അപ്പോൾ ബാബ ചില കുട്ടികളെ നോക്കുമ്പോൾ ബാബയ്ക്ക് കാണാൻ സാധിക്കുന്ന എന്തെന്നറിയോ?
ചിലപ്പോൾ വളരെ ഫാസ്റ്റാണ് അവരുടെ പുരുഷാർത്ഥം. ചിലപ്പോൾ നോക്കുമ്പോൾ ആകെ മാറി പുരുഷാർത്ഥമൊന്നും ഇല്ലാതെ ആകെ ബലഹീനമായിട്ടിരിക്കുന്ന കാണും. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, അതിനുള്ള കാരണം എന്തായിരിക്കുന്നു അല്ലേ? ഇന്ന് നോക്കുമ്പോൾ നല്ല ജ്ഞാനമായിരിക്കും, നല്ല യോഗ ആയിരിക്കും, നല്ല സേവയായിരിക്കും, എല്ലാറ്റിലും വളരെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടാകും. നാളെ അവരെ നോക്കുമ്പോൾ ഒന്നുമില്ലാതെ ബലഹീനമായിട്ടിരിക്കുന്ന കാണും. അപ്പോൾ ബാബ പറയാണ്, അതിനുള്ള പ്രത്യേകിച്ചിട്ടുള്ള കാരണം ഇതാണ്. അവരുടെ ഫൗണ്ടേഷൻ എന്താണ്? എന്തില്ല അവർക്ക്? അനുഭവത്തിൻ്റെ കുറവാണ്. അനുഭവ വാലി ആത്മായും कितने भी बड़ी समस्या को ऐसे हल करेंगी जैसे कुछ हुआ ही नहीं. പക്ഷെ ആരെ അനുഭവസ്ഥരായിരിക്കുന്ന ആത്മാക്കളാണ് അവരെങ്ങനെയുള്ളവരായിരിക്കും ഇത്രയും? ഏത് പരിതസ്ഥിതികൾ വന്നാലും ഏത് സമസ്യകൾ വന്നാലും അവരുടെ മനസ്സ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഒന്നും സംഭവിച്ചിട്ടേയില്ല. എങ്ങനെയായിരിക്കണം അപ്പം നമ്മുടെ മനസ്സ് അല്ലെ? എന്ത് സംഭവിച്ചാലും ഏത് പരിതസ്ഥിതികൾ വന്നാലും നമ്മുടെ മനസ്സും നമ്മുടെ മുഖവും ഇങ്ങനെയായിരിക്കണം, ഒന്നും നടന്നിട്ടില്ല അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാത്ത മട്ടായിരിക്കണം. ആയ और अपना पार्ट बचाया लेकिन साक्षी होकर न्यारी और प्यारी होकर घेल समान देखेंगे. ബാബ പറഞ്ഞ പ്രശ്നങ്ങൾ വരാതിരിക്കൂ, വരും അല്ലെ? ഏത് പരിതസ്ഥിതികളാണെങ്കിലും ഏത് തരത്തിലുള്ള ടെസ്റ്റ് പേപ്പർ ആണെങ്കിലും വരും അത്. പക്ഷെ വന്നു അവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? തൻ്റെ പാർട്ട് അഭിനയിക്കണം. തൻ്റെ പാർട്ട് ഇങ്ങനെയായിരിക്കണം, സാക്ഷി സ്ഥിതിയിലിരുന്നുകൊണ്ട്. എങ്ങനെയുള്ള പാർട്ട് അഭിനയിക്കുക അപ്പോൾ അല്ലെ? പല പരിതസ്ഥിതികൾ വരുമ്പോഴും പലതരത്തിലുള്ള പാർട്ടികൾ നമുക്ക് ഉണ്ടാകുമ്പോഴും ആ ടെസ്റ്റ് പേപ്പറിൻ്റെ മുന്നിലും എങ്ങനെ ഇരിക്കാനാണ് ബാബ പറയണത്? സാക്ഷി സ്ഥിതിയിലിരിക്കും. ബാബ പറയണ എല്ലാം വേറിട്ടിരുന്നുകൊണ്ട് നിങ്ങൾ കാണും. എല്ലാം വേറിട്ടിരുന്നു കൊണ്ട് ബാബയുടെ വളരെ സ്നേഹിയായിരുന്നുകൊണ്ട് ഒരു കളി പോലെ എല്ലാറ്റിനെയും വീക്ഷിക്കുക. എന്ത് വേണം അപ്പം നമുക്ക് അല്ലേ? അനുഭവം നമ്മുടെ സ്ട്രോങ് ആണെങ്കിൽ, അനുഭവമാകുന്ന ഫൗണ്ടേഷൻ നമുക്ക് വളരെ ഉറച്ചതാണെങ്കിൽ പരിതസ്ഥിതികൾ വരുമായിരിക്കും. പക്ഷെ തൻ്റെ പാർട്ടി എങ്ങനെയുള്ളതാകണം? അപ്പം അവിടെ തൻ്റെ പാർട്ടി എങ്ങനെയുള്ളതാകണം? അവിടെ സാക്ഷി അല്ലേ? സാക്ഷിയായിരുന്നുകൊണ്ട് മാനസികാവസ്ഥ എങ്ങനെ വെക്കാനാ ബാബ പറയണത്? എല്ലാം നമ്മൾ വേറിട്ടിരുന്നു കൊണ്ട് കാണുക അല്ലെ? ഒരു സാക്ഷി ദൃഷ്ടാവെന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. എല്ലാം എന്ത് ചെയ്യും? ഒരു കാണുന്നൊരു മനോഭാവം മാത്രം. എല്ലാം ഞാൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മനോഭാവം വെച്ചുകൊണ്ട് ഏത് കാര്യത്തിനെയും ഒരു കളിയായി കണ്ടാൽ മതി. ബാത് നഹി ഖേൽ മനോരഞ്ജൻ അച്ഛാ ലഗ്താ ഹൈ. ബാബ പറയുന്ന കളിയായിട്ടാണ് കാണേണ്ടത്. ഏത് പ്രശ്നങ്ങളെയാണെങ്കിലും അത് പ്രശ്നങ്ങളായിട്ടോ സംഭവങ്ങളായിട്ടോ കാര്യമായിട്ടോ കണക്കാക്കരുത്. എങ്ങനെ കണക്കാക്കാനാണ് ബാബ പറയണത്? അത് വെറും കളി മാത്രമാണ്, വിനോദമായിട്ട് കണക്കാക്കുക. कोई भी बात आओ आपके लिए बड़ी बात तब लगती है जब फाउंडेशन जरा भी कच्चा है. ബാബ പറയുന്ന കുട്ടികളെ, ഏത് കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നോട്ടെ, പക്ഷെ ആ കാര്യം വലുതാകുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങളുടെ ഫൗണ്ടേഷൻ കുറച്ചെങ്കിലും ദുർബലമാകുമ്പോഴാണ്. എപ്പോഴാണ് അല്ലേ? ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വന്നു, ആ ചെറിയൊരു കാര്യം നമ്മുടെ മനസ്സ് വലുതായിട്ട് എടുക്കുകയാണെങ്കിൽ ആ വലുതാകാനുള്ള കാരണം ബാബ പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എന്താകുന്നു? ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എന്താകുന്നു? വളരെ ദുർബലമാണ് അല്ലെ? കുറവാണ്. चाहे 75% पक्का है, चाहे 90% पक्का है, तो भी हिलने का चांस संभव है. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ ചിലപ്പം 75% നിങ്ങളുടെ അനുഭവത്തിൻ്റെ സ്ട്രോങ് ഉണ്ടാകുള്ളൂ. ചിലപ്പോൾ 90% നിങ്ങൾ പക്കയായിരിക്കും, എന്നാലും 10% ബാക്കിയുണ്ടല്ലോ. ബാബ പറയണം ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പം എങ്ങനെയുള്ളവരാകണം അല്ലെ? 75% അല്ല വേണ്ടത്, 90% അല്ല വേണ്ടത്. എങ്ങനെയായിരിക്കണം എന്നാ ബാബ പറയണത്? 100%. കാരണം 75 ആയാലും 90 ആയാലും എന്തിന് ചാൻസ് ഉണ്ടെന്ന് ബാബ പറയണേ? ഇളകി കളിക്കാൻ ചാൻസ് ഉണ്ട്. बाप दादा को बच्चों को मेहनत अर्थात युद्ध करना अच्छा नहीं लगता. मेहनत क्यों, युद्ध क्यों? क्या योगी के बजाय योद्धा बनने वाले हो या योगी आत्माएं हो? ബാബ പറയുന്ന കുട്ടികളെ,
ബാബയുടെ ഒരു കുട്ടികളും യുദ്ധം ചെയ്യുന്നത് കാണാൻ ബാബ ആഗ്രഹിക്കുന്നില്ല. ബാബ എല്ലാ കുട്ടികളെയും യോഗികളായി കാണാനാണ് ആഗ്രഹിക്കുന്നത്, യോദ്ധാവായി കാണാനല്ല ആഗ്രഹിക്കുന്നത്. ബാബ എന്താണ് ഇഷ്ടപ്പെടുന്നപ്പോൾ അല്ലേ? ബാബയുടെ ഓരോ കുട്ടികളും ആരാകണം? യോഗികളാകണം. ബാബയ്ക്ക് എന്ത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല? യോദ്ധാവായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ബാബ പറയണം, യുദ്ധ കർണേ വാലെ സംസ്കാർ ചന്ദ്രവംശമേ ലേ ജായേഗ, ജ്ഞാനി തു ആത്മാ കി സംസ്കാർ സൂര്യവംശമേ ലേ ജായേഗ. ബാബ പറയണ, അഥവാ ഈ സമയത്ത് നമ്മൾ യുദ്ധം ചെയ്യുന്ന സംസ്കാരമാണ് അല്ലെ, ഒരു യോദ്ധാവിന്റെ സംസ്കാരമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ ചന്ദ്രവംശത്തിലാണ് നമ്മൾ വന്ന് ജന്മം കൊടുക്കുക. അഥവാ ഒരു യോഗി ആത്മാവിന്റെ ലക്ഷണമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ നമ്മൾ എവിടെ വന്ന് ജന്മം കൊടുക്കും? എവിടെ വരും? നമ്മൾ സൂര്യവംശത്തിലേക്ക് വരും. എന്താണ് ബാബ പറഞ്ഞത് അല്ലെ? യോഗിക്ക് പകരം യോദ്ധാവാണെങ്കിൽ യോദ്ധാവ് വരുന്നത് ത്രേതായുഗത്തിലെ ചന്ദ്രവംശത്തിലാണ്. യോഗികളായ ആത്മാക്കളാണെങ്കിൽ അവർക്ക് എവിടെയും ജന്മമെടുക്കാം അല്ലേ? സത്യുഗത്തിലെ സൂര്യവംശത്തില്. അപ്പൊ നമ്മളെ സ്വയം തീരുമാനിക്കും നമ്മൾ എവിടെ വരുന്നു. ബാബയാണോ ഈ സീറ്റൊക്കെ നമുക്ക് തരുന്നത്? ആരാ തരുന്ന ഈ സീറ്റൊക്കെ അല്ലേ? നമ്മൾ ആരാകണം, എന്താകണം എന്നുള്ള നമ്മുടെ സ്വന്തം സീറ്റ് നിശ്ചയിക്കുന്നത് ബാബയാണോ, ഭഗവാനാണോ, അതോ നമ്മളാണോ? ആരായിരിക്കും? നമ്മളായിരിക്കും അല്ലേ? അതോ ബാബയായിരിക്കും? നമ്മളാണ് അല്ലേ? ഒരിക്കലും അത് ബാബ എല്ലാം പറഞ്ഞു തരുന്നേ ഉള്ളൂ അല്ലേ? സ്വന്തം നമ്പർ ഇടുന്നത് ആര് തന്നെയാണ്? അവരവര് തന്നെയാണ്. ബാബ പറയണ, സൂര്യവംശി ബന്നാ ഹേതു യുദ്ധഖദം, ഈസ് വർഷമേ യുദ്ധഖദം ഹുയി. ബാബ പറയണം, പറയുമ്പോൾ എല്ലാവരും എന്തേ പറയുള്ളൂ? സൂര്യവംശത്തിലേക്ക് പോകണം അല്ലെ? സൂര്യവംശികളായി മാറണം. ഇനി സൂര്യവംശത്തിലേക്ക് വരണം എങ്കിൽ നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്തോളുക? എന്താ അവസാനിപ്പിക്കുക? യുദ്ധത്തെ അവസാനിപ്പിക്കുക. ബാബ ചോദിക്കണ, ഇസ്മേ ഹാനഹി കർത്തിഹു കനേസി കർത്തിഹു. ബാബ പറയണം, യുദ്ധം നിങ്ങളുടെ അവസാനിച്ചു. എന്തുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചു എന്ന് നിങ്ങൾ പറയാത്തത് അല്ലെ? ബാക്കി എല്ലാറ്റിനും നമ്മൾ കൈയടിക്കും, കൈപൊന്തിക്കും ഒക്കെ ചെയ്യും. പക്ഷെ ബാബ ചോദിച്ചു, യുദ്ധം അവസാനിച്ചു എന്ന് ചോദിച്ചപ്പോ ഒരു കുട്ടികൾ എന്ത് ചെയ്തില്ല? കയ്യം പൊന്തിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ബാബ ചോദിക്കണ, എന്താ ഒന്നും മിണ്ടാത്തത്? बाप दादा तो देखते हुए बच्चों की रिजल्ट देख लेते, हर समय की रिजल्ट नयनों के सामने नहीं लेकिन दिल में आ जाते हैं. ബാബ പറയുന്ന കുട്ടികളെ, ഓരോരുത്തരുടെയും റിസൾട്ട് ബാബയുടെ കൺമുന്നിൽ തെളിയുന്നില്ലെങ്കിലും ബാബ പറയണം, ഓരോ കുട്ടികളുടെയും റിസൾട്ട് ബാബയുടെ ഹൃദയത്തിലുണ്ടെന്നാ പറയും അല്ലെ? അതായത് ഓരോ കുട്ടികളും ഏതെന്നുള്ള റിസൾട്ട് ആർക്കറിയാൻ പറ്റുന്നുണ്ട്? ബാബയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബാബ പറയണ, ഐസി ജോ സമജ്തേ ബന്നാ ഹി സോച്ചേങ്കെ കരേങ്കെ ദേക്കേങ്കെ ഏ നഹി വ ഹാത്ത് ഉഡാം. ബാബ പറയണ, നിങ്ങൾ ഇങ്ങനെ ആവാൻ പാടില്ല അല്ലേ? ആ ബാബ പറയുന്നുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ നോക്കാം അല്ലേ, പരിശ്രമിക്കാം, ചെയ്യാം, നമുക്ക് ശ്രമിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയുള്ളവരാകാൻ പാടില്ല. ബാബ പറയണ, ആ കാര്യത്തിൽ നിങ്ങൾ കൈപൊന്തിക്കണം. ഏത് കാര്യത്തില് അല്ലേ? ചെയ്യാം, നോക്കാം, പരിശ്രമിക്കാം, അങ്ങനെയുള്ള വാക്കുകൾ എന്താണ്? ബാബയ്ക്ക് ഇഷ്ടമില്ലാത്ത ശബ്ദങ്ങളാണ്. അപ്പൊ ബാബ പറയണ, അങ്ങനെ അല്ലാത്തവരെ കൈബന്ധിക്കും. അച്ഛാ മുബാരക് ഹോ ജിനോനെ കിസി ഭി കാരൺ സെ നഹി ഉഡായ, ഐസെ നഹി ഹോ സക്താ നഹി ബനേംഗെ, ലേക്കിൻ കോയി കാരൺ സെ നഹി ഉഡായ ഹോ തോ വ ഉഡാവ. അപ്പൊ ബാബ പറയണ, ചില കുട്ടികൾ എന്ത് ചെയ്തു അല്ലെ? കൈ ബന്ധിച്ച് കാണിച്ചു ബാബയ്ക്ക്. ഇല്ല ബാബ, ഞങ്ങൾ അങ്ങനെ പറയില്ല അല്ലെ, നോക്കട്ടെ, പരിശ്രമിക്കട്ടെ എന്നൊന്നും ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞിട്ട് കൈ ബന്ധിച്ചു. പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്തു? കൈ പൊന്തിക്കാതിരുന്നു. ബാബ പറയണ, ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും അവര് കൈ പൊന്തിക്കാതിരുന്നത്. ശരം ആത്താഹി ഉടാനേമേ. കാരണം ചില കുട്ടികൾക്ക് എന്താണ്? നാണക്കേട് തോന്നുന്നു അല്ലേ? ചില കാര്യങ്ങൾക്കൊക്കെ കൈ പൊന്തിക്കും കുട്ടികള്, പക്ഷെ ചില കാര്യത്തോടെടുക്കുമ്പോൾ എന്ത് ചെയ്യില്ല അല്ലെ? കൈ പൊന്തിക്കില്ല. കാരണം അതിലും എന്താണ് കുട്ടികൾക്ക് വരുന്നത്? ദേഹാഭിമാനാണ്. तो सोचो, जब हाथ उड़ाने में शर्म आता, करने के भी टाइम भी शर्म करना ही. ബാബ പറയണം, കൈ പൊന്തിക്കാൻ നിങ്ങൾക്ക് നാണക്കേടാണ് അല്ലെ? അതായത് ബാബ എന്തിനു വേണ്ടിയിട്ടാണ് കൈ പൊന്തിക്കാൻ പറഞ്ഞത്? ചെയ്യാം, നോക്കട്ടെ, പരിശ്രമിക്കട്ടെ എന്ന് പറയാൻ പാടില്ല അല്ലെ? ഇത് പറയില്ല എന്നുള്ള കാര്യത്തിലാണ് ബാബ എന്ത് പറയാൻ പറഞ്ഞത്? കൈ പൊന്തിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ചില കുട്ടികൾ കൈ പൊന്തിച്ചു, ചില കുട്ടികൾ എന്ത് ചെയ്തു? കൈ പൊന്തിക്കാതിരുന്നു. അപ്പൊ കൈ പൊന്തിക്കാതിരുന്നത് ഉള്ളിൽ എന്തുണ്ട്? തീർച്ചയായിട്ടും ഒരു ലജ്ജയുണ്ട് അല്ലെ, ഒരു നാണക്കേടുണ്ട്. അപ്പൊ ബാബ പറയണം,
കൈ പൊന്തിക്കാനേ നിങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ ഈ ചെയ്യുന്ന കാര്യത്തിലും കുറച്ചെന്ത് വേണമെന്നാ ബാബ പറയണത് അല്ലേ? ചെയ്യുന്ന കാര്യത്തിൽ എന്ത് വേണമെന്നാ പറയണത് അല്ലേ? നാണക്കേട് വേണ്ടെന്ന്. അതിൽ നമുക്ക് എന്തില്ല? അപ്പോ ചെയ്യുന്ന കാര്യത്തിൽ എന്തില്ല? ബാബയുടെ മുന്നിൽ കൈപൊന്തിക്കാൻ നാണക്കേടായിരുന്നു, പക്ഷെ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് എന്ത് വന്നില്ല അല്ലെ? നാണക്കേട് വരണില്ല. सोचने का ए शर्म करने की बातें ही तो नहीं होगी, पक्की हो जाएंगी, क्योंकि कई बच्चे बार बार पूछते ही, चाहे निमित्त बच्चों से या रूख रिहान में बाप दादा से एक ही क्वेश्चन करते हैं. ബാബ പറയണം, ഇപ്പൊ ശരി പോട്ടെ അല്ലെ, ചില കുട്ടികൾക്ക് എങ്ങനെയാണ് ചിന്തിക്കാം അല്ലെ, നാണക്കേടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാണക്കേടുള്ള കാര്യമാണ്. പക്ഷേ ചില കുട്ടികൾ ബാബയ്ക്കുണ്ടെന്ന് അവരിടയ്ക്കിടയ്ക്ക് നിമിത്ത ആത്മാക്കളോടും ബാബയുമായിട്ട് ആത്മീയ സംഭാഷണം ചെയ്യുമ്പോഴും ബാബയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും? ബാബയുടെ ചില കുട്ടികൾ നിമിത്ത ആത്മാക്കളോടും ബാബയുമായിട്ട് യോഗം ചെയ്യുമ്പോൾ രൂഹ് റിഹാൻ അല്ലെ ആത്മീയ സംഭാഷണത്തിലും ബാബയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ബാബ പറയണതെന്നറിയോ? ബാബ വിനാശ് കി ഡേറ്റ് ബതാദം. എന്താ അത്ര ചോദിക്കാറുള്ളത്? ബാബ വിനാശത്തിന്റെ ഡേറ്റ് ഒന്ന് പറഞ്ഞു തരുമോന്ന് അല്ലേ? അപ്പൊ ബാബ പറയണ സബീക്ക ക്വസ്റ്റ്യൻ ഹേന അല്ലേ, എല്ലാരും ഇങ്ങനെ ചോദിക്കാറില്ലേന്ന് അല്ലെ? എപ്പോഴെങ്കിലെങ്കിലും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരും, എപ്പോൾ വിനാശം ഉണ്ടാകാവോ അല്ലെ എന്നൊരു ചോദ്യം വരാറുണ്ട്. ആജ് ബാബ് ദാദാ കഹത്തെ ഹെ ഡേറ്റ് ബതാ ദേത്തെ ഹെ, ചലോ 2000 में पूरा होगा तो क्या करेंगे. അപ്പോൾ ബാബ ഇത് ശരിക്കും പറഞ്ഞാൽ 94-96 ആ സമയത്ത് വന്നതാണ്. പിന്നെ ആ സമയത്താണ് ശാന്തിവന്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ബാബ പറഞ്ഞു, ശരി എന്നാ ഞാൻ പറയണ നിങ്ങളുടെ അടുത്ത് അല്ലേ, 2000 വിനാശം വരും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലേ? 2000 കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വർഷങ്ങളായി. അപ്പം 2000 വിനാശം വരും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഏ കോയി ഡേറ്റ് നഹീ ദേ രഹേ ഹി, मिसअंडरस्टैंड नहीं करना है. बाप दादा पूछ रहे हैं, समझो 2000 तक आपको बताते हैं तो क्या करेंगे. ബാബ പറഞ്ഞ ശരി, നിങ്ങൾ ഇത്രയും ചോദിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ഞാൻ 2000 വർഷം പറയുകയാണ്. അപ്പോൾ ബാബ പറയണ എന്താ നിങ്ങൾ ചെയ്യാൻ അല്ലെ? 2000 വിനാശം വരികയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യും? 2000 ആകുമ്പോഴേക്കും ആ കൂടെ പുരുഷാർത്ഥമൊക്കെ ചെയ്ത് അല്ലെ വേഗം പോവാന്ന് വിചാരിക്കും. ബാബ പറയണ അൽബേലെ ബനേങ്കി യാ തീവ്ര പുരുഷാർത്ഥി ബനേങ്കി. നിങ്ങൾ എന്ത് ചെയ്യും? അലസരായിട്ടിരിക്കുമോ? ചിലപ്പോൾ 94 അല്ലേ, ഇനിയൊരു 6-7 വർഷമൊക്കെ ഉണ്ടല്ലോ, അപ്പം എന്ത് ചെയ്യാം? പതുക്കെ പതുക്കെയൊക്കെ പുരുഷാർത്ഥം ചെയ്യും. പക്ഷേ ചില പുരുഷാർത്ഥത്തിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ 7 വർഷമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ 6 വർഷമല്ലേ ഉള്ളൂ, വേഗം പുരുഷാർത്ഥം ചെയ്യാന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾ എന്ത് ചെയ്യും? പുരുഷാർത്ഥം ചെയ്യും. തീവ്ര പുരുഷാർത്ഥി ബനേങ്കി. ബാബ് ദാദാ कहते इस वर्ष में हलचल होगी तो फिर क्या करेंगे. ഇപ്പൊ ചിലപ്പോൾ ബാബ തന്നെ പറയില്ലേ, ഈ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ബാബ പറഞ്ഞ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? തീവ്ര പുരുഷാർത്ഥം നിങ്ങൾ ചെയ്യും. യാ തോടാ തോടാ ഡേറ്റ് കോൺഷ്യസ് മീ ഹോ ജായേഗ. അതോ കുറച്ച് നിങ്ങൾക്ക് ഡേറ്റിന്റെ കോൺഷ്യസിലേക്ക് നിങ്ങൾ വരൂ അല്ലേ? ബാബ ഇന്ന ഡേറ്റ് പറഞ്ഞിട്ടില്ലേ, ബാബ ഇന്ന ഡേറ്റ് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ആ ഡേറ്റിനെ കുറിച്ച് മാത്രം ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും എന്തിനു റെഡിയാകില്ല? തീവ്ര പുരുഷാർത്ഥം നമ്മൾ ചെയ്യില്ല. ബാബ പറയണ അൽബേലെ നഹി ബന്നാ ചാഹി. ഒരിക്കലും നമുക്ക് എന്ത് പാടില്ലെന്നാ ബാബ പറയണത്? അലസരാകാൻ പാടില്ല അല്ലെ? പുരുഷാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ബാക്കിലേക്ക് പോയിട്ട് നമ്മൾ അലസരാകരുത്. इसलिए बाप दादा पहले भी सुनाया, डेट कॉन्शियस नहीं बनो, लेकिन हर समय अंतिम घड़ी इतना हर घड़ी में एवर रेडी रहो. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ ഒരിക്കലും ഡേറ്റിന്റെ കോൺഷ്യസിലേക്ക് വരാൻ പാടില്ല. ബാബ പറയുന്നു എങ്ങനെയുള്ളവരായിട്ട് മാറണം? ഓരോ സമയത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കൂ, ഇതെന്റെ അന്തിമ നിമിഷമാണ്. ഓരോ നിമിഷത്തിലും നിങ്ങൾ കുട്ടികളെ എവർ റെഡി ആയിട്ടിരിക്കണം. അല്ലാതെ ഡേറ്റിന്റെ ആധാരത്തിൽ പുരുഷാർത്ഥം ചെയ്യുന്നവരാകരുത്. ഓരോ നിമിഷങ്ങളെയും ബാബ എന്താക്കാനാ പറയുന്നത്? അന്തിമ നിമിഷമാണ് അല്ലെ?
അടുത്ത സെക്കൻഡ് വിനാശം വന്നോ ഇല്ലയോ, അടുത്ത സെക്കൻഡ് നമ്മുടെ ഗതി എന്താണെന്ന് നമുക്കറിയോ അല്ലെ? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ബാബ പറയണം, तो 2000 के बाद चलो आपने मान लिया रियल नहीं, लेकिन मान लिया तो आप 2000 में संपूर्ण बनेंगे, दूसरों को कब बनाएंगे. ബാബ പറഞ്ഞ ശരി, ഇനി 2000 വർഷമാണ് ബാബ പറഞ്ഞത് എന്ന് വിചാരിക്കാം. ഈ 2000 വർഷത്തിനുള്ളിലെ നിങ്ങൾ സ്വയം സമ്പൂർണരായിട്ട് മാറി. പക്ഷേ ബാബ പറഞ്ഞ 2000-ന് ശേഷം ഒരുപാട് പേര് വരുമല്ലോ, അവരെ ആരെ സമ്പൂർണരാക്കി മാറ്റും എന്നാണ് ബാബയുടെ ചോദ്യം. ബാബ ചോദിച്ചതിന് അർത്ഥം മനസ്സിലായില്ലേ അല്ലേ? ഇപ്പോൾ ബാബ 94-ലാണ് ഇത് പറഞ്ഞത്. 2000-ന്റെ ഉള്ളില് നിങ്ങൾ സമ്പൂർണരായി മാറി, കറക്റ്റ്. പക്ഷേ 2000-ന് ശേഷം ഒരുപാട് പേര് വരുമല്ലോ, അപ്പൊ അവരെന്നെ ആരാ സമ്പൂർണരാക്കി മാറ്റുക? സത്യുഗമേ ബനായെങ്കി ക്യാ ബനാനെ വാലെ തോടി ബന്നെ വാലെ ബഹുത്ത് ഉനോം കെ ലിയേ ഭി സമയ് ചാഹിയേന. ബാബ പറയുന്ന കുട്ടികളോട്, സത്യുഗത്തിലേക്ക് അവരെ തയ്യാറാക്കാൻ പറ്റില്ലല്ലോ അല്ലെ? അത് കഴിഞ്ഞിട്ടും വരുന്നവരും ബാബയുടെ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ ബാബ പറയുന്ന ഒരുപാട് പേരെ നിങ്ങൾ തയ്യാറാക്കി, ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്കും കൂടി നമ്മൾ സമയം കൊടുക്കുക തന്നെ വേണം. ബാബ പറയണം, ഏ അഗലി സീസൺ മേ ബാബ പൂച്ചാത്ത കം സേ കം സത്യുഗമേ ആദി കെ 9 लाख ബനേ ഹി. കഴിഞ്ഞ സീസണില് ബാബ 94-ൽ വന്ന സമയത്ത് പറഞ്ഞതാണ്. അതിന്റെ മുന്നിലത്തെ സീസണിൽ ബാബ ചോദിച്ചു, ചുരുങ്ങിയത് 9 ലക്ഷം പേരെയെങ്കിലും നിങ്ങൾ കുട്ടികൾ തയ്യാറാക്കിയോ എന്നുള്ളത്. തയ്യാറാക്കിയിട്ടുണ്ടോ നമ്മള്? शांति की शक्ति से शांति जग में लानी है, शांति की शक्ति से शांति जग में लानी है. शांति जग में लानी है, शांति की शक्ति से. ഇപ്പൊ ബാബ അവസാനം ചോദിക്കേണ്ട, സമച്ച ഈസ് വർഷി ക്യാ കർനാ ഹി. ബാബ ചോദിച്ചു അവസാനമായിട്ട്, മനസ്സിലായോ ഈ വർഷം എന്താണ് ചെയ്യേണ്ടത്? അനുഭവി മൂർത്ത് ബന്നാഹി. എന്താകണം? നമുക്ക് എല്ലാവർക്കും അനുഭവി മൂർത്തായിട്ട് മാറണം.